നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് ഇന്നലെ വൈകിട്ട് ഉണ്ടാകുമായിരുന്ന വൻ തീവണ്ടി ദുരന്തം ഒഴിവായത് ലോക്കോ പൈലറ്റിന്റെ മനസാധ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. കനത്ത മഴയിൽ അതീവ ജാഗ്രതയോടെയായിരുന്നു തിരുനെൽവേലിയിൽ നിന്ന് ജംനഗറിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിന്റെ യാത്ര തുടങ്ങിയത്. പെട്ടെന്നാണ് മുന്നിലെ ട്രാക്കിലെ തീപ്പൊരി ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ വെളിച്ചമില്ലാതെയായതോടുകൂടി ട്രാക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയുമായി. എന്നാൽ വേഗം കുറച്ച് ട്രെയിൻ മുന്നോട്ടെടുത്തു. പെട്ടെന്നാണ് കൺമുന്നിൽ ട്രാക്കിലേക്ക് എന്തോ തള്ളി നിൽക്കുന്നത് പോലെ കണ്ടത്. ഉടൻ തന്നെ മറ്റൊന്നും ആലോചിക്കാതെ ട്രെയിൻ ബ്രേക്കിട്ട് നിർത്തി. അപ്രതീക്ഷിതമായി ട്രെയിൻ ബ്രേക്കിട്ട് നിർത്തിയപ്പോൾ യാത്രക്കാരടക്കം അമ്പരന്നുവെങ്കിലും വൻ അപകടം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് എല്ലാവരും. മതോട് ആര്യങ്കാട് ഭാഗത്തുള്ള ട്രാക്കിലേക്ക് 3 മരങ്ങൾക്കൊപ്പം വീണ അലൂമിനിയം ഷീറ്റ് ട്രാക്കിന് മുകളിലെ വൈദ്യുതി ലൈനിൽ വന്നു വീണതാണ് തീപ്പൊരി ഉണ്ടായത്. ട്രെയിൻ ഉടൻ തന്നെ ബ്രേക്കിട്ട് നിർത്തിയതാണ് അപകടം ഒഴിവാകാനുള്ള പ്രധാന കാരണം. കൺമുന്നിലുണ്ടായ ഈ ഒരു അവസ്ഥയെ കുറിച്ച് വിവരിക്കുമ്പോൾ ലോക്കോ പൈലറ്റ് MK പ്രതീഷിന്റെ സംസാരത്തിൽ നിന്ന് ഭീതി ഒഴിയുന്നില്ല. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിർത്താൻ ലക്ഷ്യമിട്ട് താരതമ്യേന വേഗത്തിൽ വരുന്നതിനിടയിൽ ഫറോക്ക് കഴിഞ്ഞ് അല്പം കൂടി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് സംഭവം. തിങ്കളാഴ്ച രാത്രി 7 മണിയോടുകൂടിയാണ് കനത്ത മഴയിലും കാറ്റിലും ട്രാക്കിലേക്ക് 3 മരങ്ങൾക്കൊപ്പം അലൂമിനിയം ഷീറ്റും വീണത്. അലൂമിനിയം ഷീറ്റ് ട്രാക്കിന് മുകളിലെ വൈദ്യുതി ലൈനിൽ വന്നു വീണതാണ് തീപ്പൊരി ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം. വലിയ ശബ്ദമാണ് ഉണ്ടായത്. ഈ തീപ്പൊരിയാണ് ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധ ആകർഷിച്ചതും വലിയ ദുരിതത്തിൽ നിന്ന് തന്നെ യാത്രക്കാരെ രക്ഷിച്ചതും. സംഭവം കണ്ട് സമീപത്തുണ്ടായിരുന്ന ആളുകളെല്ലാം ഞെട്ടിത്തരിച്ചാണ് ട്രെയിനിനടുത്തേക്ക് എത്തിയത്. ട്രെയിൻ വേഗം കുറച്ചതിനാൽ തന്നെ പെട്ടെന്ന് ബ്രേക്കിടാനായി എന്നാണ് നാട്ടുകാർ പറയുന്നത്. ട്രാക്കിലേക്ക് മരവും ഷീറ്റും വീണതിനാലാണ് വലിയ തീപ്പൊരി ഉണ്ടായതെന്നും നാട്ടുകാർ പറയുന്നു. ലൈൻ പൊട്ടിയതോടുകൂടിയാണ് വൈദ്യുത ബന്ധം നഷ്ടപ്പെട്ടത്. അതോടെ ട്രാക്കിലും തീവണ്ടികളിലും പൂർണ്ണമായും ഇരുട്ടാകുകയായിരുന്നു. അപകടം ഒഴിവായത് തലനാഴിലേക്കാണ്. വൈകിട്ട് 6:55 ചുഴലിക്കാറ്റ് പോലെ അതിശക്തമായ കാറ്റ് വീശിയടിച്ചത് എന്ന് പ്രദേശവാസികൾ പറയുന്നു. വീടിന്റെ മേൽക്കൂരയിലെ കൂറ്റൻ അലൂമിനിയം ഷീറ്റ് വൈദ്യുതി ലൈനിലേക്ക് വീണ തീപ്പൊരിയായിരുന്നു. സമീപത്തെ 3 മരങ്ങളും ട്രാക്കിലേക്ക് വീണു. നാട്ടുകാർ സിഗ്നൽ കാണിച്ച് വണ്ടി നിർത്തിയതും വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടപ്പോൾ ട്രെയിനിന്റെ വേഗം കുറഞ്ഞത് മൂലമാണ് വൻ ദുരന്തം ഒഴിവായത്. അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് 200 മീറ്ററോളം അകലെ തിരുനെൽവേലി ജങ്കാർ എക്സ്പ്രസ് നിർത്തിയതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. ഇരു പാളങ്ങളിലും തടസ്സമുണ്ടായതിനാൽ തന്നെ 3 മണിക്കൂറിലേറെ തീവണ്ടികൾ വൈകി. ലോക്കോ പൈലറ്റ് വിവരം അറിയിച്ചതിനെ തുടർന്ന് കോഴിക്കോട് നിന്ന് സ്റ്റേഷൻ മാനേജർ CK ഹരീഷിന്റെ നേതൃത്വത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരും വൈദ്യുത ലൈൻ അറ്റകുറ്റപ്പണി നടത്തുന്നതിനുള്ള OHE ഇൻസ്പെക്ഷന്മാരും സ്ഥലത്ത് എത്തിയിരുന്നു. 2ാം ട്രാക്കിലേക്കുള്ള വീണ മരക്കൊമ്പുകൾ മുറിച്ചു നീക്കി. വൈദ്യുത ബന്ധം പുനഃസ്ഥാപിച്ച രാത്രി 10 മണിയോടെയാണ് മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് കടത്തിവിട്ടത്. മേൽക്കൂര വീണ ട്രാക്കിലെ തടസ്സം ചൊവ്വാഴ്ച മാത്രമേ നീക്കാനാവൂവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇന്ന് രാവിലെ മുതൽ തന്നെ അതിനുള്ള പണി ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഗതാഗതം പുനഃസ്ഥാപിച്ചുവെങ്കിലും പല ട്രെയിനുകളും 3-4 മണിക്കൂർ വൈകിയാണ് ഓടുന്നത്. രാത്രി 12:50 ഷൊർണൂരിൽ എത്തേണ്ട മംഗലാപുരം തിരുവനന്തപുരം മലബാർ എക്സ്പ്രസ് എത്തിയത് പുലർച്ചെ 5:45 എറണാകുളം അമ്പാട്ടുകാവിൽ മെട്രോ സ്റ്റേഷൻ സമീപം റെയിൽവേ ട്രാക്കിലേക്ക് മരം വീണ് 4 മണിക്കൂർ സമയം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ട്രാക്കിന് സമീപത്തുള്ള ആൽമരം മറിഞ്ഞ് വീണത്. 2 ട്രാക്കിലെ ഇലക്ട്രിക് ലൈനിലേക്കാണ് മരം വീണത്. റെയിൽവേയും ഫയർഫോഴ്സും നാട്ടുകാരും തടസ്സം മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി. നിരവധി ട്രെയിനുകളുടെ ഷെഡ്യൂൾ പുനഃക്രമീകരിച്ചു. വൈകി ഓടുന്ന ട്രെയിനുകൾ ഏതൊക്കെ നോക്കാം. ചെന്നൈ മംഗളൂരു മെയിൽ, കോഴിക്കോട് ഷൊർണൂർ പാസഞ്ചർ, തിരുവനന്തപുരം മംഗളൂരു മലബാർ എക്സ്പ്രസ്, അത്യോദയ എക്സ്പ്രസ്, അതുപോലെ തന്നെ ചെന്നൈ എഗോമർ ഗുരുവായൂർ എക്സ്പ്രസ്, നിസാമുദ്ദീൻ എറണാകുളം മംഗള എക്സ്പ്രസ്, ഗുരുവായൂർ തിരുവനന്തപുരം എക്സ്പ്രസ്, രാജറാണി എക്സ്പ്രസ്, അമൃത്സർ തിരുവനന്തപുരം നോർത്ത് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്. എറണാകുളത്ത് റെയിൽവേ ട്രാക്കിൽ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ട സംഭവം പൂർണ്ണമായി പരിഹരിച്ചതെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട്.